ഹായ്, സുഖല്ലേ? എനിക്കും അതെ കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാശി ഹൽവയാണ്. അത് വെറും 10 മിനിറ്റിൽ മൈദയോ ഗോതമ്പോ ഒന്നുമല്ല കേട്ടോ, കുമ്പളങ്ങ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുക. വളരെ ടേസ്റ്റിയാണ്. തമിഴ് ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിനൊക്കെ വിളമ്പണ ഒരു ഹലുവയാണ് കേട്ടോ ഇത്. ഇത് കാണാനും എന്തൊരു സുന്ദരൻ ഹലുവയാണെന്നറിയോ ഇത്. അതേപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോവും, പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതാണ് കാശി ഹലുവ. വരൂ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാട്ടുള്ളൂ. വരൂ. കുമ്പളങ്ങയൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കയ്യിൽ പിടിക്കാനുള്ള പാകത്തിനാക്കി ഇത് നമുക്ക് ഗ്രേറ്ററിൽ ചീവി എടുക്കണം. അപ്പോൾ ഞാൻ കുരുവും തോലും ഒക്കെ കളഞ്ഞ് ഇത് നമുക്ക് വൃത്തിയായിട്ട് ഗ്രേറ്ററിലൊന്ന് നന്നായിട്ട് ചീവി എടുക്കണം കേട്ടോ. നോർത്തിൽ കുമ്പളങ്ങ കൊണ്ട് പേട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കും, മധുരം നല്ല അങ്ങനെ ഷുഗറിൽ മുക്കിയിട്ട്. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാശിയായിട്ട് ഈ ഹലുവയ്ക്ക് അങ്ങനെ ബന്ധമുള്ളതായിട്ടൊന്നും കാണണില്ല, പറയണ കേൾക്കണില്ല. പക്ഷേ കുമ്പളങ്ങയ്ക്ക് വേറൊരു പേരുണ്ട്, കൂഷ്മാണ്ട. സാൻസ്ക്രീറ്റിൽ കൂഷ്മാണ്ട എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പദപ്രയോഗം കേട്ടിട്ടുണ്ടാവില്ലേ, വിഡ്ഢി കൂഷ്മാണ്ടം എന്ന്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ആ പദപ്രയോഗം വന്നിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. വിഡ്ഢിത്തും ഈ കുമ്പളങ്ങയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചീവി എടുത്ത ആ കുമ്പളങ്ങയിട്ട് നീര് മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ ഞാനൊരു വെള്ളമുണ്ട് മല്ലിമുണ്ടിൽ അതിട്ടിട്ട് ഞാൻ ആ വെള്ളം എല്ലാം അതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വേവിക്കാൻ നമുക്കിതൊന്നൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ഞാനത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. പിന്നെ കുറച്ച് ട്രിക്സ് എൻ്റേതായിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണൂ. പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ഹലുവയാണ് കേട്ടോ, എന്തായാലും കാണണം. ഇതിപ്പോൾ ഞാൻ നല്ല വെള്ളമെല്ലാം സ്ക്വീസ് ചെയ്തെടുത്തിട്ട് ഒരു കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കുമ്പളങ്ങ പിഴിഞ്ഞത്. ബാക്കി വെള്ളം കളയണ്ട. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചോളൂ, നല്ലതാണ്. കുമ്പളങ്ങ നീര് കളയരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു കഷ്ടി 1.5 കപ്പ് കുമ്പളങ്ങ ചീവിയതുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെറും 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ വേണ്ടത് കുങ്കുമപ്പൂവാണ്. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്ത കാരണം ഞാൻ എന്താ യെല്ലോ കളറാണ് കേട്ടോ കുറച്ച് യൂസ് ചെയ്യണം, കേസരിക്ക് ഉപയോഗിക്കുന്നത്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. പിന്നെ വേണ്ടത് കുറച്ച് കശുവണ്ടിയും, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ഏലക്കായ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റേതായ കുറച്ച് സൂത്രപ്പണികൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഈ ജാതിക്ക കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഉരച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ് ചേർത്ത് നോക്കും, ഒരു പ്രത്യേക സ്മെല്ലാണ് അതിന്. പിന്നെ ഈ കശുവണ്ടിയൊക്കെ നമുക്കൊന്ന് പറഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇടാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഈ മുന്തിരിങ്ങയും കശുവണ്ടിയും വേണം കേട്ടോ. ഇനി നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ ഈ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ കിട്ടുമ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ്. മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ നമ്മുടെ ജാതിക്ക കൂടി നമുക്കൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പൊടിയാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ജാതിക്ക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഏലക്ക മാത്രം ഇട്ടായാലും മതി. ഞാൻ ഇത് രണ്ടും ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക മണമാണ്. ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ, മറക്കണ്ട. ഇനി നമ്മൾ മുന്തിരിങ്ങയും ഇതൊക്കെ വറുത്ത അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ കുമ്പളങ്ങ കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. കുമ്പളങ്ങയിൽ ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മളത് മുഴുവൻ പിഴിഞ്ഞെടുത്തത്. പക്ഷേ കുറച്ച് കുമ്പളങ്ങയുടെ നീര് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കണം കേട്ടോ. ഞാൻ ഒരു സൂത്രപ്പണി കൂടി എൻ്റേതായിട്ട് ഞാനിത് ചേർത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെന്താണെന്ന്. അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുമ്പളങ്ങ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളുടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തിക്കോളൂ കേട്ടോ. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്തിക്കോളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്തിക്കോളൂ കേട്ടോ. അതാണെങ്കിൽ നാച്ചുറൽ കളറും ആ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു നുള്ളു കേസരി പൗഡർ യെല്ലോ കളറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാൻ. നല്ലൊരു ഗ്ലോസി ഹൽവയാണ് ഇത് കാണാൻ, നല്ല ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഇതൊരു 10 മിനിറ്റിൻ്റെ അകത്ത് എനിക്ക് റെഡിയാക്കി എടുത്തിട്ടോ. വീഡിയോയിൽ കാണിക്കുമ്പോഴാണ് ഇത് കുറച്ച് ലെങ്ത്ത് പോലെ നമുക്ക് തോന്നണം, പക്ഷെ വളരെ ഈസിയാണ്, പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ നമ്മളുടെ ശർക്കരയും കുമ്പളങ്ങയും നെയ്യും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മൂത്ത് ഈ അരിക് വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമ്മളുടെ ഹലുവ ഏകദേശം റെഡിയാവും കേട്ടോ.
എന്നിട്ട് ഞാൻ പറയാം ഇനി അത് നമുക്കതിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ഏലക്കപ്പൊടി മറ്റേ ജാതിക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓപ്ഷനാണ്. ജാതിക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്തി നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഹലുവ ഏകദേശം റെഡിയായി. പക്ഷേ ഞാൻ പറഞ്ഞ സൂത്രപ്പണി, ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്തി കൊടുക്കണ്ട കേട്ടോ. കാരണം നെയ്യ് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഉറഞ്ഞിരിക്കും. അപ്പോൾ ഈ എണ്ണ ചേർത്തുമ്പോൾ അതെപ്പോഴും ഒരേപോലെ തന്നെ ഇതേ ടെക്സ്ചറിൽ തന്നെ ഇരിക്കും. അപ്പോൾ കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാശി ഹലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ടേസ്റ്റും എന്ത് മണമാണെന്നറിയോ. അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 2 സ്പൂൺ ഈ ഹലുവ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഹലുവ പോലെയൊന്നും അല്ല ഇത്. അതൊന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമുക്ക് 2 സ്പൂണിലൊന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റിയാണ്. ഈ ഹലുവ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ അത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി കുമ്പളങ്ങ കിട്ടുമ്പോൾ ഈ ഹലുവ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബൈ.